ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരടെ വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് കാർഡ് നോക്കാം. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഫൂളാണ്. ഫൂൾ കാർഡ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്റ്റിലാണ്, സെപ്പറേഷനിലാണ് എങ്കിൽ ഇവിടെ ഒരു തുടക്കം അവർ ആഗ്രഹിക്കുന്നു. ന്യൂ ബിഗിനിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവേക്കനിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ നിഷ്കളങ്കത ഇവിടെ കാണിക്കുന്നു. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു തുടക്കം തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് റെഡിയായി എന്നാണ് പറയുന്നത്. ഇവിടെ അവർ അവരുടെ സോൾ പാത്ത് കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന അഡ്വഞ്ചറായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന് നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലാണെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ ഉണ്ടാവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ അഡ്വഞ്ചറായിട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓറക്കൽ ഡെക്ക് കൂടി എടുക്കാം. എന്തായിരിക്കും ഓറക്കൽ ഡെക്കിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് നോക്കാം. മിസ്റ്റേക്ക് എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകളെയാണ്, തോട്ടിനെയാണ് ഈ കാർഡ്സിലൂടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. അവർ ചിന്തിക്കുന്നത് എൻ്റെ തെറ്റ് തിരുത്താനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ അവർക്കറിയാം അവർ നിങ്ങളോട് ചെയ്ത തെറ്റെന്തെന്ന്. നിങ്ങളിൽ നിന്നും ക്യുക്കായിട്ടും സൈലൻ്റ് ആയിട്ടും പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആ ഒരു കാര്യത്തിൽ റിഗ്രറ്റാണ് കാണിക്കുന്നത്. അവർ തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം അവർ നല്ല രീതിയിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കാർഡ് എടുക്കാം. ദ സ്റ്റാർ ആണ് കിട്ടിയിട്ടുള്ളത്. വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ അവരിലെ എക്സ്പെക്റ്റേഷനെ കാണിക്കുന്നു. അവർ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം തിരിച്ചു കിട്ടുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഒരു ഹീലറാണ് അവരെന്ന് പറയുന്നു. അവരുടെ കരിയർ ആയിരിക്കാം, മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന ഒരു പേഴ്സന്റെ എനർജിയുമാവാം. ഇവിടെ അവർ റൈറ്റ് പാത്തിലാണെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് കാണുന്നുണ്ട്. അതെന്ത് തന്നെ ആയാലും ശരിയായ വഴി തന്നെയാണെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. ഇൻസ്പിറേഷൻ അഗെയിൻ എന്നാണ് പറയുന്നത്. തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്നു. ഇവിടെ ഹോപ്പ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് അവർക്ക് ഒന്നുകൂടെ വേണം, അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വേണം. ഇവിടെ ഒരു മിറാക്കിൾ സംഭവിക്കാനായിട്ട് യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് ഒറക്കൽ ഡെക്ക് എടുക്കാം. എന്താണ് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. റിമൈനൈസിങ് എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്.
ഐ മിസ് അവർ ഇൻസൈഡ് ജോക്ക്. നിങ്ങളുമായിട്ടുള്ള തമാശകൾ നിറഞ്ഞ ആ ഒരു സമയം, ആ ദിവസങ്ങൾ അവർ വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നു. അത് അവർക്ക് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഓർമ്മകൾ തന്നെയാണ് അവരുടെ മനസ്സിലൂടെ പോകുന്നത്. ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയേറെ സന്തോഷവാനോ സന്തോഷവതിയോ ആയിരുന്നു. നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം. അബണ്ടൻസ് എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു പുരോഗതി തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ കരുതിയിട്ടുണ്ടാവാം ഈ റിലേഷൻഷിപ്പ് എൻഡായി കഴിഞ്ഞു, ഇനിയൊരു തുടക്കമില്ല. എന്നാൽ നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രയർ തന്നെയാണ് യൂണിവേഴ്സ് അവരിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങളെ അവരിലേക്ക് വേണം, അവരിലേക്ക് അടുപ്പിക്കുവാനായിട്ട് അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ പുരോഗതി തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ കഴിഞ്ഞ നൈറ്റ് നിങ്ങളെ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ അലട്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒറക്കിൾ ഡെക്ക് നോക്കാം. സെൽഫ് ലവ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. അവർ ഹീലാവുന്നുണ്ട്. അവരുടെ മനസ്സ് അവർ ചെയ്ത തെറ്റിനെ കുറിച്ചോർത്ത് വേദനിക്കുന്നുണ്ട്. ആ ഒരു വേദന തന്നെയാണ് അവർ സെൽഫ് ലവ് ചെയ്യുന്നതും ഹീലാവാനായിട്ട് ശ്രമിക്കുന്നതും. അപ്പോൾ അവരുടെ മനസ്സെന്ന് പറയുന്നത് തനിച്ചു തന്നെയാണ്. നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലൂടെ പോകുന്നു. നിങ്ങളോട് ചെയ്ത തെറ്റ് തന്നെയാണ് അവരുടെ മനസ്സിൽ. ആ തെറ്റ് തിരുത്താനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഹീലാവണം. ഞാൻ കാരണം അവർ മുറിവ് ഏറ്റിട്ടുണ്ടെങ്കിൽ, അവർ വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രെയർ ചെയ്തുകൊണ്ട്, ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹീലാവണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നു. അതിനുശേഷം അവർ ചെയ്യുന്നത് സെൽഫ് ലവ് ആണ്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യൂ, നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരും. നിങ്ങളുടെ പേഴ്സണും അവിടെ സെൽഫ് ലവ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ മാറ്റത്തിനായിട്ട്, നിങ്ങളുടെ തിരിച്ചുവരവിനായിട്ട്. നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം. മെറ്റീരിയൽ വർക്ക് എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോളിഷ് വർക്ക് നടക്കുകയാണ്. നിങ്ങളും അവരും തമ്മിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ അവർ ഓർത്തെടുക്കുന്നു. എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത്? എവിടെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ നമ്മളൊരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് അതിൽ താമസിക്കണം, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രോഗ്രസ് കണ്ടിട്ടാണ് ചെയ്യുക. ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടാവാം, ചെറിയ ചെറിയ പാകപ്പിഴകൾ ഉണ്ടാവാം. അത് തന്നെയാണ് ജീവിതത്തിലും ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത്. ആ പാകപ്പിഴകൾ തിരുത്തുവാനായിട്ട്, അവരിലും നിങ്ങളും വന്നിട്ടില്ല തെറ്റുകൾ തിരുത്തുവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് ഒരു അവസരം തന്നിട്ടുണ്ട്. ആ ഒരു അവസരത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇവിടെ ആ മുറിവുകൾ ഉണങ്ങാനായിട്ട് യൂണിവേഴ്സ് അനുവദിക്കുന്നു. നിങ്ങളുടെ മനസ്സിലും അവരുടെ മനസ്സിലുമുള്ള എല്ലാ കാര്യങ്ങളും തിരുത്തിക്കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് ചെയ്തു തരാനായിട്ട് പോകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് ഒരു ഒറക്കിൾ ഡെക്ക് എടുക്കാം. Unsatisfied. I wasn't happy the way things were going. കാര്യങ്ങൾ പോകുന്ന ഈ രീതി ഉണ്ടല്ലോ, ഇപ്പോൾ പോകുന്ന ഈ ഒരു സാഹചര്യം, അതിൽ സന്തോഷിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ കൂടെയില്ല.
അപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് ഓറക്കൽ ഡെക്കിലും കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് നോക്കാം. സിക്സ് ഓഫ് സോർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ട്രാൻസിഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്, അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു മാറ്റത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങളും അവരും കണ്ടുമുട്ടുവാനായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ ഇവിടെ കാണിക്കുന്നു. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലും അവരുടെ മനസ്സിലും ഭാരമാണ് കാണിക്കുന്നത്. ഒരു നിമിഷം അവരെ കണ്ടിരുന്നെങ്കിൽ എന്ന് രണ്ടുപേരും ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാർഡ്സ് പറയുന്നു. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന വ്യക്തികളുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അവരുടെ സുഹൃത്തുക്കളാവാം. അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ട്രാൻസിഷനെ കാണിക്കുന്നു, ഒരു ജേണിയെ കാണിക്കുന്നു. അടുത്ത ദിവസത്തിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കാണുവാനുള്ള എല്ലാ സാഹചര്യവും യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, പോസിറ്റീവായിട്ടുള്ള യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരാൻ പോവുകയാണ്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് ഓറക്കൽ ഡെക്ക് എടുക്കാം. ഹോപ്പ് എന്നാണ് കിട്ടിയിട്ടുള്ള കാർഡ്. ഐ ഹാവിൻ ഗിവൻ അപ്പ് ഓൺ അസ് യെറ്റ്. ഞാൻ ഇതുവരെ നിങ്ങളെ കൈവിട്ടിട്ടില്ല, നിന്നെ കൈവിട്ടിട്ടില്ല എന്ന് അവർ പറയുന്നു. അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ മനസ്സിൽ നിങ്ങളാണ്, നിങ്ങളോടുള്ള സ്നേഹത്തെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പിലെ പുതിയൊരു തുടക്കത്തെയാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എവിടെയും ഉണ്ടായി പോവില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് ആ ഒരു സൈക്കിൾ തിരിഞ്ഞു വരികയാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ന്യൂ ബിലീവ്സിനെയാണ് ഈ കാർഡ് പറയുന്നത്. അവരിൽ നിങ്ങളെന്ന വ്യക്തിയോടുള്ള പുതിയ വിശ്വാസം, നിങ്ങളെ അത്രമാത്രം ഇന്ന് അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളും അവരും സെപ്പറേഷനിലാവാൻ കാരണം മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലാവാം. അവർ നിങ്ങളെക്കുറിച്ച് മോശമായിട്ടായിരിക്കാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു പ്യൂരിറ്റി, നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുമ്പോൾ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുകയാണ്. ഇവിടെ ഒരു ചേഞ്ചാണ് അവരിൽ സംഭവിച്ചിട്ടുള്ളത്. അവരിൽ ഒരു അവയർനെസ് ആണ് കാണിക്കുന്നത്. തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ന്യൂ ബിഗിനിങ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. പാസ്റ്റിൽ നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നു. ഈ കാർഡുമായി ബന്ധപ്പെട്ട് ഓറക്കൽ ഡെക്ക് എടുക്കാം. എന്താണ് കാർഡ്സ് എല്ലാം ഇങ്ങനെ വീണോണ്ടിരിക്കണ്ടല്ലോ. ഒരുപാട് പറയാനുണ്ടാവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട്. നിങ്ങളും അവരും തമ്മിൽ കാണുന്ന നിമിഷം അവർക്ക് നിങ്ങളോട് ഒത്തിരി കാര്യം ഷെയർ ചെയ്യാനുണ്ടാവും. അതായിരിക്കാം ഇങ്ങനെ കാർഡ്സ് ഇങ്ങനെ വീഴുന്നത്. ഡേ ഡ്രീമിംഗ് എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഐ എം ഓൾവേസ് ലോഗിങ് ഫോർ യു. അവർ നിങ്ങളെ അത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഒരു കാർഡും കൂടി എടുത്തിട്ട് നമുക്ക് റീഡിംഗ് അവസാനിപ്പിക്കാം. ലവ് ആണ് കിട്ടിയിട്ടുള്ള കാർഡ്. ഇതൊരു ഡിവൈൻ കണക്ഷൻ തന്നെയാണ്, സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് എന്ന് കാർഡ് പറയുന്നു. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ്. ഇവിടെ പാർട്ട്നേഴ്സിനെയാണ് കാണിച്ചു തരുന്നത്. അവരുടെ ഹേർട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളിലേക്കാണ്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുമ്പോൾ അവർ നിങ്ങളെ അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്.
നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ മിസ്സിങ് എനർജി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് തന്നിട്ടുള്ള ഒരു കണക്ഷനാണ്. ഇത് എവിടെയും എന്തായി പോവില്ല. ഇന്ന് ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് നിങ്ങൾക്കും അവർക്കും പരസ്പരം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ റീഡിങ്ങിൽ പറയുന്നത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ അവരുടെ മടങ്ങി വരവും, കുറച്ചു പേർക്കൊക്കെ ഇതൊരു മാരേജിലേക്ക് എത്താം, കമ്മിറ്റ്മെന്റിലേക്ക് എത്താം. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓറക്കിൾ ഡെക്ക് കൂടി എടുക്കാം. റെസിപ്രോക്സിറ്റി എന്ന് പറയുന്നത്, ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലായ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായ ഈ ഒരു സിറ്റുവേഷനിലാണ് പല തിരിച്ചറിവുകളും നിങ്ങളിലേക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ധാരണ വേണം. എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല, ആർക്ക് വേണമെങ്കിലും തെറ്റ് സംഭവിക്കാം. ഇവിടെ തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ പൂർണ്ണതയിലെത്തിക്കൂ. നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾ തന്നെ കാണും. ഇവിടെ ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാലൻസ് വേണം. ഏതൊരു കാര്യവും ഷെയർ ചെയ്യാനുള്ള മനസ്സ് വേണം. ആ ഒരു മനസ്സിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളും അവരും തമ്മിൽ ഒരു റീയൂണിയന് സാധ്യത തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ യൂണിവേഴ്സ് തിരിച്ചു തരാൻ പോവാണ്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.